എല്ലാവർക്കും ഓഫ് ക്യാമ്പസ് 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി സെക്കൻഡ് ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡും അവസാനത്തെ എപ്പിസോഡുമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തത് കാലികവാദങ്ങളെക്കുറിച്ചാണ്. എന്താണ് കാലികവാദങ്ങൾ? നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ഇത്തരം കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവ. മൺസൂൺ കാറ്റുകൾക്ക് കാരണമാവുന്ന ഘടകങ്ങളെക്കുറിച്ചും എന്താണ് മൺസൂൺ കാറ്റുകളെന്നുമാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. എന്താണ് മൺസൂൺ കാറ്റ്? മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദമുണ്ടായത്. കാലത്തിനൊത്ത ദിശമാറുന്ന കാറ്റുകളെന്നാണ് മൺസൂണിൻ്റെ അർത്ഥം. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം. ഒരു വർഷക്കാലത്തിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാവുക. ഒന്ന് തെക്കു പടിഞ്ഞാറായിട്ടാണ് കാറ്റ് വീശുന്നതെങ്കിൽ രണ്ടാമതായിട്ടത് വടക്ക് കിഴക്കായിട്ടാണ് ഗതി മാറി വരുന്നത്. മൺസൂണിൻ്റെ രൂപീകരണത്തിന് കാരണമായ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. മൺസൂണിൻ്റെ രൂപീകരണത്തിന് കാരണമായ 3 ഘടകങ്ങളാണ്. അതിലൊന്ന് സൂര്യൻ്റെ അയനം, 2 കോറിയോലിസ് പ്രഭാവം, 3 താപനിലയിലെ വ്യത്യാസങ്ങൾ. മൺസൂൺ കാറ്റുകളെ പ്രധാനമായിട്ടും 2ആയി തിരിക്കാം. ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത്? ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങുന്നു. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം നിമിത്തം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി മാറുന്നു. അച്ചുതണ്ടിൻ്റെ ചെരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം ദിശാവ്യതിയാനം സംഭവിച്ച് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി മാറുന്നു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റിനെ കുറിച്ചാണ്. എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ? ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളും. ഇത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കാൻ ഇടയാക്കും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഇത് ശ്രദ്ധിക്കേണ്ടത് എല്ലായ്പ്പോഴും ഉച്ചമർദ്ദമുള്ള മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള മേഖലയിലേക്കാണ് കാറ്റുകൾ വീശുന്നത് എന്നതാണ്. ഇവിടെ പ്രാവർത്തികമാകുന്ന ഫലം കോറിയോലിസ് ഫലമാണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. കാലികവാദങ്ങൾക്ക് മറ്റൊരു ഉദാഹരണമാണ് കടൽക്കാറ്റും കരക്കാറ്റും. ഇതിൽ ഏറ്റവും ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കടൽക്കാറ്റ് എന്നാണ്. പകൽ സമയം കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടുപിടിച്ചു വരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാക്കും. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് കരയിലേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ പകൽ സമയത്ത് സൂര്യപ്രകാശത്താൽ കര ചൂടുപിടിച്ചിരിക്കും, അവിടെ ന്യൂനമർദ്ദമായിരിക്കും. കടൽ സാവകാശമാണ് ചൂടുപിടിക്കുന്നത്, അവിടെ ഉച്ചമർദ്ദമായിരിക്കും. അങ്ങനെയുള്ള ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് അഥവാ കടലിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ് എന്ന് ചുരുക്കി പറയാം. മറ്റൊരു കാലികവാദമാണ് കരക്കാറ്റ്. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയാക്കും. ഇവയാണ് കരക്കാറ്റ്. അപ്പം പകൽ സമയത്ത് സാവകാശം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന കടൽ രാത്രികാലമായാലും ആ ചൂട് നിലനിർത്തും. പക്ഷെ കര സൂര്യാസ്തമയത്തോടു കൂടി പെട്ടെന്ന് തണുക്കും. അപ്പോൾ തണുത്ത ഭാഗത്തായിരിക്കില്ല ഉച്ചമർദ്ദം. അപ്പോൾ ഉച്ചമർദ്ദമുള്ള കരയിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള
കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. ഇനി മറ്റൊരു കാലികവാദമാണ് താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റും. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് താഴ്വരക്കാറ്റിനെ കുറിച്ച് പരിശോധിക്കാം. പകൽ സമയത്ത് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തെ വായു ചൂടുപിടിച്ചു വരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് പർവ്വത ചെരുവുകളിലൂടെ കാറ്റ് വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. പകൽ സമയത്ത് പർവ്വതത്തിൻ്റെ മുകളിലത്തെ വായു പെട്ടെന്ന് ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും താഴ്വരയിൽ നല്ല തണുത്ത വായു ആയിരിക്കും, ഉച്ചമർദ്ദമായിരിക്കും. ആ ഉച്ചമർദ്ദമുള്ള താഴ്വരയിൽ നിന്ന് ന്യൂനമർദ്ദമുള്ള പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. അടുത്തായിട്ട് പർവ്വതക്കാറ്റാണ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് താഴ്വാരത്തേക്ക് വീശുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വതത്തിൻ്റെ മുകൾ ഭാഗം തണുക്കുന്നതിനാൽ തണുത്ത വായുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചൂടുവായുള്ള താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. കാറ്റുകൾ എവിടുന്ന് വീശുന്നു എന്നതാണ് കാറ്റിന് പേര് നിർദ്ദേശിക്കാൻ കാരണമാവുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രാദേശികവാദങ്ങളെക്കുറിച്ചാണ്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലമാണ് ഇവ രൂപം കൊള്ളുന്നത്. ലോകത്തിലെ പല ഭാഗങ്ങളിലും വിവിധ പേരുകളിൽ ഇത്തരം കാറ്റുകൾ വീശുന്നുണ്ട്. അത്തരം കാറ്റുകളാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നീ കാറ്റുകളും ചിനൂക്ക്, ഹർമാറ്റ്, ഫൺ എന്നീ കാറ്റുകളും. ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദങ്ങളാണ്. ചിനൂക്ക്, ഹർമാറ്റൻ, ഫൺ എന്നീ കാറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ വീശുന്ന കാറ്റുമാണ്. നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പരിശോധിക്കുന്നത് ചിനൂക്കാണ്. വിദേശ രാജ്യങ്ങളിൽ വീശുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകുന്നതിനാൽ മഞ്ഞു തീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. മറ്റൊരു പ്രാദേശികവാദമാണ് വിദേശ രാജ്യങ്ങളിൽ വീശുന്ന മറ്റൊരു പ്രാദേശികവാദമാണ് ഫൺ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൺ. ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ ഇടയാക്കുന്നുമുണ്ട്. മറ്റൊരു വിദേശ പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ ഹർമാറ്റൻ എന്നും വിളിക്കാറുണ്ട്. പൊതുവെ ഈർപ്പം നിറഞ്ഞു നിൽക്കുന്ന അസുഖകരമായ തണുപ്പ് കൂടുതലുള്ള സമയത്ത് നമുക്കൊരു അസുഖകരമായ സാഹചര്യം ഉണ്ടാവുക. അത്തരം അസുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥയിലേക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഇത്തരത്തിലുള്ള ചൂടുകാറ്റെത്തുമ്പോൾ, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലെ ചൂടുകാറ്റെത്തുമ്പോൾ അവിടുത്തെ തണുപ്പിന് ശമനം ഉണ്ടാക്കുന്നുണ്ട്, കുറവുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡോക്ടർ ഹർമാറ്റൻ എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദങ്ങളെക്കുറിച്ചാണ്. അതിൽ ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നീ 3 കാറ്റുകളാണ്. ഏറ്റവും ആദ്യമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് ലൂ കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് മാംഗോ ഷവേഴ്സ് ആണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. പ്രത്യേകിച്ച് കേരള, കർണാടക സംസ്ഥാനങ്ങളിൽ വീശുന്ന കാറ്റാണ്. ഈ കാറ്റേറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാവുന്നതിനാലാണ് ഈ കാറ്റിനെ മാംഗോ ഷവേഴ്സ് എന്ന് വിളിക്കുന്നത്. മാമ്പഴക്കാലമാണ് ഇത് കേരളത്തിലും കർണാടകത്തിലും ഈ വേനൽക്കാലം എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ കാറ്റ് വീശുമ്പോൾ മാമ്പഴങ്ങൾ വീഴുന്നതിനാലാണ് മാമ്പഴമഴ എന്നർത്ഥം വരുന്ന മാംഗോ ഷവേഴ്സ് എന്ന പേര് വന്നിരിക്കുന്നത്.
ഇതിൽ കാൽബൈശാഖി എന്നൊരു കാറ്റ് കൂടിയുണ്ട് ഇന്ത്യയിൽ വീശുന്നത്. ആസാം, ഇന്ത്യയിലെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളായിട്ടുള്ള ആസാം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ വീശുന്ന കാറ്റാണ് കാൽബൈശാഖി. ഇവ ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന ഇടിമിന്നോട് കൂടിയിട്ടുള്ള മഴയാണ് കാൽബൈശാഖി എന്നറിയപ്പെടുന്നത്. ഇത്രയുമാണ് പ്രാദേശികവാദങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇനി ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്ക് അസ്ഥിരവാദങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് അസ്ഥിരവാദങ്ങൾ? ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകൾ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതയോട് കൂടിയതുമായ കാറ്റുകളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുക. ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകൾ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളെ നമ്മൾ എന്ത് പറയും? അസ്ഥിരവാദങ്ങൾ എന്ന് പറയും. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളുമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം. നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പഠിക്കുവാനുള്ളത് ചക്രവാതങ്ങളെക്കുറിച്ചാണ്. അന്തരീക്ഷത്തിലൊരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നതാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണം. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നതാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളാൻ ഇടയാക്കുന്നത്. ഇങ്ങനെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങൾ വീശുന്നത് എതിർ ഘടികാര ദിശയിലാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങൾ വീശുന്നത് ഘടികാര ദിശയിലുമാണ്. അപ്പോൾ ഈ ചിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അന്തരീക്ഷത്തിൽ ന്യൂനമർദ്ദ മേഖല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എൽ എന്ന് കൊടുത്തിരിക്കുന്നത് ലോ പ്രഷർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റിനുമുള്ള ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് അതിശക്തമായി വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ചക്രവാതം എന്ന് പറയുന്നത്. ഇവ ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലാണ് വീശുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ദക്ഷിണാർദ്ധഗോളത്തിൽ രണ്ടാം ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടാം ചിത്രത്തിൽ അത് ഘടികാര ദിശയിലുമാണ് ഇത്തരം കാറ്റുകൾ വീശുന്നത്. ഇത്തരം ചക്രവാതങ്ങളെ പ്രധാനമായിട്ടും രണ്ടായി തിരിക്കാറുണ്ട്. ഒന്ന് ഉഷ്ണമേഖലാ ചക്രവാതവും മറ്റൊന്ന് ഉപോഷ്ണമേഖലാ ചക്രവാതവും. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലയുടെ അടിസ്ഥാനത്തിലാണ് ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും പേരും രണ്ടായി തിരിക്കുന്നത്. 2017 നവംബർ മാസത്തിൽ ഇന്ത്യൻ തീരത്ത് വീശിയ ഓഖി ചുഴലിക്കാറ്റ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ഉദാഹരണമാണ്. ഉഷ്ണമേഖലാ സമുദ്രപ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യത്യാസമാണ് ഇത്തരത്തിലുള്ള ചക്രവാതങ്ങൾ ഉണ്ടാവാൻ ഇടയാക്കുന്നത്. അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് പ്രതിചക്രവാതങ്ങളെക്കുറിച്ചാണ്. അന്തരീക്ഷത്തിലെ ഒരു ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ പ്രതിചക്രവാതങ്ങൾ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. അന്തരീക്ഷത്തിൽ ഒരു ഉച്ചമർദ്ദ മേഖല സൃഷ്ടിക്കപ്പെടുന്നു. എച്ച് ഹൈ പ്രഷർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്ന് ചുറ്റിനുമുള്ള ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് അതിശക്തമായി വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുക. ഇവ നിങ്ങൾ നോക്കുള്ളൂ. ഒന്നാം ചിത്രത്തിൽ അത് ഉത്തരാർദ്ധഗോളത്തിലെ പ്രതിചക്രവാതമാണ്. അത് ഘടികാര ദിശയിലാണ് വീശുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ രണ്ടാം ചിത്രം ദക്ഷിണാർദ്ധഗോളത്തിലെ പ്രതിചക്രവാതമാണ് ഉദ്ദേശിക്കുന്നത്. അത് എതിർ ഘടികാര ദിശയിലുമാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനുണ്ട്. കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. ഇതിൽ കാറ്റുകൾ, ആഗോളവാദങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദങ്ങൾ എന്നാണ് എ കോളത്തിൽ നമ്മൾ എ പാർട്ടിൽ ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കളിയിൽ നമ്മൾ പ്രാദേശികവാദങ്ങളെക്കുറിച്ചാണ് ഫില്ല് ചെയ്യേണ്ടത്. ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി, ചിനൂക്ക്, ഫൺ എന്നീ കാറ്റുകൾ നമുക്ക് അടയാളപ്പെടുത്താം. മൂന്നാമത്തെ കളിയിൽ ബ്ലാങ്കാക്കി തന്നിരിക്കുന്നു. അവിടെ കാലികവാദങ്ങൾ എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. കാലികവാദങ്ങൾ ഏതൊക്കെയാണ്? മൺസൂൺ കാറ്റ്, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. അസ്ഥിരവാദങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കണ്ടെത്താനുള്ളത്. സ്ഥിരവാദങ്ങളിൽ ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.
1, 2 ചാപ്റ്റർ നമ്മൾ ഈ സമയം കൊണ്ട് അതാക്കിയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് മുൻ ക്ലാസ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എനേബിൾ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ 3rd ചാപ്റ്ററാണ് ചർച്ച ചെയ്യാനുള്ളത്. ക്വാർട്ടറിലേക്ക് വേണ്ട അടുത്ത ചാപ്റ്ററാണ് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്ന ചാപ്റ്റർ. 1 ഋതുഭേദങ്ങളും സമയവും, 2ാമത്തെ പാഠം കാറ്റിൻ്റെ ഉറവിടം തേടി, 3ാമത്തത് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. ഈ 3 പാഠങ്ങളാണ് ക്വാർട്ടർലി എക്സാമിനേഷൻ നമുക്ക് പഠിക്കുവാനുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ.